കോഴിക്കോട്ടേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അവിടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കോർപ്പറേഷൻ ഓഫീസിൽ സിനോജ് തോമസും അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. സെക്രട്ടറിയുടെ ഓഫീസിലാണ് ഈ പ്രതിഷേധം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, പ്രതിഷേധവുമായി അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് എത്തിയത്. അതുവരെ ബിജെപിയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് ഈ സെക്രട്ടറി എത്തട്ടെ, അതിനുശേഷം കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അറിയണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്, അല്ലേ? തീർച്ചയായും ശ്രുതി, ബി.ജെ.പിയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറുഭാഗത്തുകൂടി കോർപ്പറേഷനകത്തേക്ക് കയറിയത്. നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മുറിക്കകത്തേക്കാണ് കയറിയത്. അവിടെ ഈ മേശയിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. സെക്രട്ടറിയെ കാണാതെ പോവില്ല. ഇത് ഈ കാര്യം നമ്മൾ ഇതിന് മുൻപ് സൂചിപ്പിച്ചതാണ്. മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവിടെ മോഡൽ സ്കൂൾ ഒരു കെട്ടിടം, കോർപ്പറേഷൻ്റെ കീഴിലുള്ള കെട്ടിടം ഇതേപോലെ അപകടാവസ്ഥയിലായപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അന്ന് രേഖാമൂലം നമ്മളത് ബോധ്യപ്പെടുത്തിയതാണ്. അതിന് ഇതുവരെ ഒരു നടപടി എടുത്തില്ല. അന്ന് അതിന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് 3 ജീവൻ പോലിയില്ല. ഇന്നൊരു 3 ജീവൻ നഷ്ടപ്പെട്ടു. പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കെട്ടിടം അൺഫിറ്റ് അല്ല എന്നാണ് ഇപ്പോൾ അവസാനം മേയർ പറഞ്ഞത്. അത് മേയർ ഇപ്പോഴാണോ പറയുന്നത്? അത് മേയർ ഇപ്പോഴല്ലോ പറഞ്ഞത്. മേയറും സെക്രട്ടറിയൊക്കെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരില്ലേ? ഇവരത് നോക്കിയിട്ടല്ലേ ഇതിന് വർഷാവർഷം ഇത് കൊടുക്കുന്നില്ലേ, പെർമിറ്റ് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ ഫിറ്റ് ആണെന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലേ? ഫയർഫോഴ്സിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണ്ടേ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്? ഇതൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ തവണ മോഡൽ സ്കൂളിലും ഇതേപോലെ തന്നെ അപകടാവസ്ഥയുള്ള കെട്ടിടമെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് മാസങ്ങൾക്ക് മുൻപ് സെക്രട്ടറിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ 3 ജീവൻ പോവില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ് ശ്രുതി. കൂടുതൽ യുവജന സംഘടനകളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ബി.ജെ.പി പ്രവർത്തകരുടെ പ്രതിഷേധം അത് ഈ മേയറുടെ ചേംബറിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ബലം പ്രയോഗിച്ചാണ് ബി.ജെ.പി കൗൺസിലർമാരെ, പ്രവർത്തകരെ, നേതാക്കളെയൊക്കെ പുറത്തോട്ട് പോലീസ് കൊണ്ടുപോയത്. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കൂടി ഒരു പ്രതിഷേധമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ബി.ജെ.പിയുടെ പ്രതിഷേധം എന്തായെന്ന് കൂടി. ബി.ജെ.പി കൗൺസിലർമാരുടെ പ്രതിഷേധം മറുവശത്ത് നടക്കുന്നുണ്ട്. സിനോജിലേക്ക് പോവുകയാണ്. സിനോജ്, ശക്തമായ പ്രതിഷേധമായിരുന്നു അവിടെ കണ്ടത്. പിന്നീട് അകത്ത് കയറിയ കൗൺസിലർമാരെ പൂർണ്ണമായും പുറത്തേക്ക് മാറ്റി പുറത്തു കുത്തിയിരുന്ന പ്രതിഷേധമായിരുന്നു, അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം ബി.ജെ.പി ആണ് തുടക്കം കുറിച്ചത്. മേയറുടെ ചേംബറിൽ പ്രതിഷേധിച്ചു. അവിടെയുള്ള കൗൺസിലർമാരെ ബലം പ്രയോഗിച്ച് പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും പുറത്ത്, കോർപ്പറേഷൻ ഓഫീസിന്റെ പുറത്ത് ബി.ജെ.പി നേതാക്കൾ ഉണ്ട്. ബി.ജെ.പി കൗൺസിലർമാരെ ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ബി.ജെ.പിയുടെ പ്രതിഷേധം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അതായത് തുടക്കത്തിൽ തന്നെ ബി.ജെ.പി പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നത്. രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് പോലീസ് ഈ അപകടം നടന്ന സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്ന ഘട്ടത്തിലാണ് ഈ രീതിയിൽ പെട്ടെന്നൊരു മിന്നൽ സമരം ബി.ജെ.പി നടത്തിയത്. പെട്ടെന്ന് പോലീസുകാർക്ക് ഉൾപ്പെടെ ഇവിടേക്ക് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരേണ്ട സാഹചര്യം വന്നു. വലിയ പ്രതിഷേധം ബി.ജെ.പി ഈ ഗേറ്റിന് പുറത്ത് നടത്തി. അങ്ങനെ ഒരു അരമണിക്കൂർ മിച്ചം പ്രതിഷേധം നടന്ന ഘട്ടത്തിലാണ് ഒരു 8 പേരെ അകത്തേക്ക് കയറ്റിവിടാമെന്ന് പോലീസ് അറിയിച്ചു. പക്ഷേ മേയർ അവിടെ ഉണ്ടായിരുന്നില്ല. കൗൺസിലർമാർ 13 പേരാണുള്ളത്. 8ഓളം പേര് അകത്തേക്ക് കയറി. പക്ഷേ മേയറുടെ ചേംബറിൽ മേയർ ഉണ്ടായിരുന്നില്ല. അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിച്ചു. കറുത്ത ഷാൾ പ്രതിഷേധിച്ചു. അവസാനം